തലനരക്കുകയല്ല എൻ്റെ വൃദ്ധത്വം, തലനരക്കാത്തതല്ല എൻ്റെ യുവത്വവും. കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തലകുനിക്കാത്തതാണെൻ്റെ യൗവനം, തലകുനിക്കാത്തതാണെൻ്റെ യൗവനം. അങ്ങനെ പറഞ്ഞ വി എസിൻ്റെ കാലഘട്ടം എന്നത് കേരളത്തിൻ്റെയും സമര പോരാട്ടങ്ങളുടെ കാലഘട്ടമാണ്. വി എസിനെ ഡോക്ടർ ടി.എം. തോമസ് ഐസക് ഓർമ്മിച്ചത് വളരെ കൃത്യമാണ്. കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹം അന്നത്തെ നാട് എന്താണോ ആഗ്രഹിച്ചത് അനുസൃതമായ ഭരണ നടപടികളിലേക്ക് പോയി. പരിസ്ഥിതി രാഷ്ട്രീയം അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്നു. അത് പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് അദ്ദേഹത്തിന് നടപ്പാക്കാൻ, അതിൻ്റെ ചുവടുകൾ വയ്ക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. IT മേഖല ഇപ്പോൾ വി എസിനെ പോലൊരാൾ അതിൽ എത്രത്തോളം ശ്രദ്ധിക്കുമെന്ന് നമ്മൾ അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത്. ഇൻഫോ പാർക്കിനെ പൊതുമേഖലയിൽ നിലനിർത്തുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ, നിയമപരമായ ഇടപെടലുകൾ, അതുപോലെ ടെക്നോ പാർക്കിൻ്റെ വളർച്ചയ്ക്ക് അദ്ദേഹം വഹിച്ച പങ്ക്, IT കേരളത്തിൻ്റെ ഭാവിയുടെ ശോഭനമായ ഭാവിക്ക് വേണ്ടി ഉള്ളതാണ് എന്ന ബോധ്യത്തിൽ അതിന് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് കൊടുത്ത പ്രാധാന്യം, ഇതൊക്കെ ഈ ഘട്ടത്തിൽ നമ്മളിങ്ങനെ ഓർക്കുകയാണ്. VS അച്യുതാനന്ദൻ ഒരു ഭരണാധികാരി എന്ന നിലയിൽ കേരളത്തിൻ്റെ വികസനത്തിൽ വഹിച്ച അതിനിർണായകമായ പങ്ക് എത്ര വലുതായിരുന്നു എന്നത് ഈ ഘട്ടത്തിൽ നമ്മളൊക്കെ ഓർക്കുകയാണ്. കേരളത്തിലെ വലിയ പദ്ധതികൾക്ക് എന്ന് വെച്ചാൽ അദ്ദേഹം കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനമാവട്ടെ, IT പോലെയുള്ള പുതിയ മേഖലകളാവട്ടെ, ടൂറിസം പോലെയുള്ള മേഖലകളിൽ എങ്ങനെയൊക്കെയാണ് കേരളത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകേണ്ടത് എന്നതിലൊക്കെ VS അച്യുതാനന്ദൻ ഒരു ഭരണാധികാരി എന്ന നിലയിൽ കാട്ടിത്തന്ന മാതൃകകൾ പിൽക്കാലത്ത് പലരും അത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. അതിലേറ്റവും പ്രധാനം നേരത്തെ തന്നെ പറഞ്ഞതാണ്, ഇൻഫോ പാർക്കിനെ പൊതുമേഖലയിൽ നിലനിർത്താനുള്ള അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി, അതിനുവേണ്ടി അദ്ദേഹം നടത്തിയ ഇടപെടലുകളൊക്കെ ഈ ഘട്ടത്തിൽ നമുക്കത് വിസ്മരിക്കാനേ കഴിയില്ല. VS അച്യുതാനന്ദൻ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, എക്കാലത്തും ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു. എക്കാലത്തും അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പോലും അദ്ദേഹത്തിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു. നമ്മൾ ഇപ്പോഴതുകൊണ്ടാണ് അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിച്ചു പോകുന്ന എത്രയോ ലക്ഷം മനുഷ്യർ നമ്മൾക്ക് ചുറ്റുമുണ്ട്. കാരണം അനീതിക്കെതിരെ ഒരു വിരൽ ചൂണ്ടാൻ ഒരു VS ഉണ്ട്, അല്ലെങ്കിൽ അധാർമികത ചോദ്യം ചെയ്യാൻ ഒരു VS ഉണ്ട്, അതുപോലെ ഈ സമൂഹത്തെ നേർവഴിക്ക് നയിക്കാൻ ഒരു VS ഉണ്ട് എന്ന് പറയാൻ, ഞങ്ങളുടെ ഭൂമി സംരക്ഷിക്കാൻ VS ഉണ്ട്, ഞങ്ങളുടെ പോരാട്ടങ്ങളിൽ ഞങ്ങളെ നയിക്കാൻ VS ഉണ്ട്. കണ്ണേ കരളെ VS ഞങ്ങൾ ജീവൻ തരാം എന്ന് പറഞ്ഞത് CPM മാത്രമായിരുന്നില്ല. അങ്ങനെ പറയാൻ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരികളെ അല്ലെങ്കിൽ ജനങ്ങളെ ഒരുമിച്ച് ആ ശബ്ദത്തിനൊപ്പം കൊണ്ടുപോകാൻ കഴിഞ്ഞത് VS അച്യുതാനന്ദൻ്റെ കേവലമായ വ്യക്തിപ്രഭാവം മാത്രമൊന്നുമായിരുന്നില്ല. അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ, അദ്ദേഹം മുന്നോട്ട് വെച്ച പോരാട്ടം, അദ്ദേഹം എടുത്ത പ്രശ്നങ്ങൾ, അതിൽ അദ്ദേഹം 100% ആത്മാർത്ഥമായി നടത്തിയ ഇടപെടൽ, അതുകൊണ്ടാണ് കണ്ണേ കരളെ VS. ഒരുപക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അത്തരം ഒരു മുദ്രാവാക്യം നമുക്ക് കേൾക്കാൻ കഴിയില്ല VSന് മുമ്പും ശേഷവും. അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ട് പോലും കണ്ണേ കരളെ VS ഞങ്ങൾ ജീവൻ തരാമെന്ന് പറഞ്ഞ് തെരുവുകളിൽ ആർത്തിലയ്ക്കുന്ന എത്രയോ ലക്ഷം മനുഷ്യരെ നമ്മൾ ഈ കഴിഞ്ഞ പതിറ്റാണ്ടിൽ കണ്ടു. അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം നൽകാതിരുന്ന സമയത്ത് തെരുവിലിറങ്ങിയത് ഏതെങ്കിലും ഒരു നേതാവിൻ്റെ ആഹ്വാനം കേട്ടായിരുന്നില്ല ലക്ഷക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങിയത്. അങ്ങനെ കോളേജുകളിൽ, ഇപ്പോൾ നമ്മൾ എറണാകുളത്ത് മഹാരാജാസ് കോളേജിൻ്റെ മുന്നിൽ അന്ന് രാത്രി ഒരു പ്രകടനം നടന്നു. അത് ഏതെങ്കിലും ഒരു നേതാവിൻ്റെ ആഹ്വാനപ്രകാരമായിരുന്നില്ല. VSന് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ച സമയത്ത് കേരളത്തിലെ തെരുവോരങ്ങളിൽ യുവാക്കളും വിദ്യാർത്ഥികളും സ്ത്രീകളും തൊഴിലാളികളും അടങ്ങുന്ന വലിയ സംഘം ഇറങ്ങിയത്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ ആ നിലയിൽ തെരുവിലിറങ്ങിയ ജനങ്ങളുടെ മുദ്രാവാക്യം കേട്ടൊരു തീരുമാനമെടുത്തത് ഒരുപക്ഷെ അതിൻ്റെ ചരിത്രത്തിൽ എത്ര എണ്ണം കാണും, നമുക്ക് എണ്ണാൻ പോലും ഇല്ല, വളരെ ചുരുങ്ങിയത് മാത്രമാണ്. അങ്ങനെ ഒരു നേതാവിന് വേണ്ടി തെരുവിലിറങ്ങിയ ജനങ്ങളുടെ സ്നേഹം, അവരുടെ വീര്യം, അവരുടെ പോരാട്ടത്തിൻ്റെ ചൂട് മനസ്സിലാക്കി തീരുമാനം മാറ്റിയ സന്ദർഭം നമ്മളുടെ മുന്നിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യത്തിൽ നമ്മൾ കാണുകയാണ്. ഒരുപക്ഷെ നമുക്ക് പറയാം ഇതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശീലങ്ങളിലല്ല എന്നും നമുക്ക് പറയാം. പക്ഷേ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശീലങ്ങളിലല്ലാതെ VS ഇടപെട്ട എത്ര പ്രശ്നങ്ങൾ അങ്ങനെ പറയുന്നവരുടെ മുന്നിലേക്ക് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അങ്ങനെ VS അച്യുതാനന്ദൻ നമ്മളുടെയും സമര പോരാട്ടങ്ങളുടെ, എക്കാലത്തെയും സമര പോരാട്ടങ്ങളുടെയും മുന്നിൽ നിന്ന് നമ്മളെ നയിച്ച, ഇനിയും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമ്മളെ നയിക്കുമെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് VS എന്നത് കേവലം രണ്ടക്ഷരമല്ല, കേരളത്തിൻ്റെ എക്കാലത്തെയും പോരാട്ടങ്ങളുടെ മുഴുവൻ ആറ്റിക്കുറുക്കിയെടുത്ത പേരാണ് ആ VS എന്ന രണ്ടക്ഷരം. അതാണ് നമ്മളെ അദ്ദേഹത്തിൻ്റെ പതിറ്റാണ്ടുകൾ പഠിപ്പിച്ചത്, അദ്ദേഹത്തിൻ്റെ കാലഘട്ടം നമ്മളെ പഠിപ്പിച്ചതും അതുതന്നെയാണ്.